നടി ഹണി റോസിനെതിരായ സൈബർ ആക്രമണ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. എറണാകുളം സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം. സെൻട്രൽ SHOയ്ക്കാണ് അന്വേഷണ ചുമതല. സൈബർ സെൽ അംഗങ്ങളും അന്വേഷണ സംഘത്തിലുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ലഭിച്ച പരാതിയിൽ ഹണിയുടെ വിശദമായ മൊഴിയെടുക്കുമെന്ന് കൊച്ചി DCP അശ്വതി ജിജി അറിയിച്ചു. SHO ആണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അപ്പം ACP സെൻട്രൽ സൂപ്പർവൈസ് ചെയ്യും. അത് നമ്മൾ നോക്കണം. അത് നമ്മുടെ ജില്ലക്കാരല്ല, ദൂരെയുള്ളവരാണ്. അപ്പോൾ അതിന് നമുക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് വിടണം. അവർ ഓൾറെഡി അക്യൂസ്ഡിനെ അവർ ചാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കുറച്ച് പേര്. അപ്പോൾ നമ്മൾ അതാണ് നോക്കുന്നത്. ഇത് ഫേസ്ബുക്ക് അക്കൗണ്ടാണ്, അത് ഫേക്കും ആകാം. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ വെരിഫൈ ചെയ്യണം. അത് സമയമെടുക്കും. ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് ഇതിലെ നടപടി? DCP വിശദീകരിച്ചത്. അജിംഷാദ്, ഈ ഹണി റോസ് കഴിഞ്ഞ ദിവസമാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയത്. സാമൂഹ്യ മാധ്യമത്തിലൂടെ തനിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ പലരും തുടരുന്നു, അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 30ഓളം പേർക്കെതിരെയാണ് ഹണി റോസ് പരാതി നൽകിയത്. ഇതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി. ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് പലതും ഇപ്പോൾ DCP സംസാരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയാണ്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് പലതും വ്യാജമായുള്ളവയുണ്ട്, യഥാർത്ഥത്തിലുള്ളതുമുണ്ട്. അതേതൊക്കെയാണെന്ന് പരിശോധിച്ച് വരികയാണ്. 20ഓളം ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ഉടമകൾ ആരൊക്കെയാണെന്ന് ഉള്ളത് തിരിച്ചറിഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസം കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. അതിലൊരാളെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുമ്പളം സ്വദേശി ഷാജിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കെതിരെയും കർശനമായ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. പക്ഷേ ഇത് ഒറിജിനലാണോ ഫേക്കാണോ എന്നുള്ളത് സംബന്ധിച്ച പരിശോധനകൾ ആവശ്യമാണ്. ആ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉടമകൾ മറ്റ് ജില്ലക്കാരും ഒക്കെയുണ്ട്. അവരെയൊക്കെ കണ്ടെത്തി വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. ഏതായാലും ഇത് കർശനമായി അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനം എന്നാണ് DCP പറഞ്ഞത്. ഒപ്പം ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിനും രൂപം നൽകിയിട്ടുണ്ട്. എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക. സെൻട്രൽ SHOയ്ക്കായിരിക്കും ഇതിൻ്റെ അന്വേഷണ ചുമതല എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ബോബി ചെമ്മണ്ണൂരിനെതിരെയും കഴിഞ്ഞ ദിവസം ഹണി റോസ് പരാതി നൽകിയിരുന്നു. ആ പരാതിയും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹണി റോസിൻ്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തണം. അതിനുശേഷമായിരിക്കും പ്രാഥമിക പരിശോധനകളിലേക്ക് കടക്കുക. ആവശ്യമെങ്കിൽ ബോബി ചെമ്മണ്ണൂർ, അതായത് ഇത് കണ്ടെത്തിയാൽ ഇക്കാര്യങ്ങൾ പോലീസിന് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു വരുത്തുന്നതും തുടർ നടപടികളിലേക്ക് വടക്കെ കടക്കും എന്ന് തന്നെയാണ് DCP അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. തീർച്ചയായും ഈ വിഷയത്തിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ച്, ഒപ്പം ഈ ബോബി ചെമ്മണ്ണൂരിനെതിരായി ഇന്നലെ ഹണി റോസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം, മാത്രമല്ല ഹണി റോസ് നേരിട്ടെത്തി മൊഴി നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണ പുരോഗതിയുടെ ഈ ഘട്ടങ്ങൾ കൂടിയെന്ന് നൽകിയാൽ ഉമേഷ്. അജിംഷാദ്, ഈ 30ഓളം പേർക്കെതിരെയാണ് ഹണി റോസ് പരാതി നൽകിയത്. അത് ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അപമാനിച്ചവരാണ്. അതായത് സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപകരമായ കമൻറ്റുകൾ ഇട്ടവർ, അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു ഹണി റോസിൻ്റെ ആവശ്യം. ആ പരിശോധനയിലേക്കാണ് പോലീസ് കടന്നത്. അതിൽ 27 പേർ ഇതിൽ ഇത്തരത്തിൽ മോശം കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തി. ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമകൾ ആരൊക്കെയാണ് എന്നുള്ള പരിശോധന കഴിഞ്ഞ ദിവസം പോലീസ് നടത്തി വരികയായിരുന്നു. അതിലൊരാളെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും അയാൾ എറണാകുളത്ത് കുമ്പളത്തുള്ള ഒരാളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്ന നടപടിയടക്കം സ്വീകരിച്ചു. അതിവേഗം, അതായത് പരാതി ലഭിച്ച ഒരൊറ്റ ദിവസത്തിനുള്ളിൽ തന്നെ ഇതിലൊരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രശ്നം, ഇതിൽ ബാക്കിയുള്ള 20ഓളം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെയുള്ളവരല്ല, പലരും പുറത്തുള്ളവരാണ്. മറ്റ് ചില ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമകൾ അത് യഥാർത്ഥത്തിലുള്ളതാണോ, അതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഒപ്പം ബോബി ചെമ്മണ്ണൂരിനെതിരെ ലഭിച്ച പരാതി, അത് ഹണി റോസ് ആദ്യം ഫേസ്ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. ഇങ്ങനെ ബോബി ചെമ്മണ്ണൂരും തനിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമ വ്യവസ്ഥയിലാണ് താൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ ഹണി റോസ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പരാതി ലഭിച്ചാൽ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. മറ്റ് സൈബർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നൽകിയ പരാതിയിൽ ഹണി റോസിൻ്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയത്. അതിൽ പ്രത്യേകം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ മൊഴി രേഖപ്പെടുത്തൽ ഇന്നോ നാളെയൊക്കെയായി
ഉണ്ടാകും. ഹണി റോസിൻ്റെ കൂടി സൗകര്യം കണക്കിലെടുത്ത് മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും അതിൽ തുടർ നടപടികളിലേക്ക് കടക്കുക. മറുവശത്താണ് സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ ഹണി റോസിനെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചവരെ ഓരോരുത്തരെയായി കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുക എന്ന നിലപാടിലേക്ക് പോലീസ് പോയിരിക്കുന്നത്. ശരി ഉമേഷാണ് സമഗ്രമായ വിവരങ്ങൾ.